പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായതോടെ അതിന്റെ അലയൊലികൾ ഇന്ത്യയിലേക്കും ബാധിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെയാണ് നിലവിൽ സംഘർഷങ്ങൾ മറ്റു രാജ്യങ്ങളെയും ബാധിക്കാൻ തുടങ്ങിയത്. പശ്ചിമേഷ്യയിൽ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം രൂക്ഷമായതോടെ ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിയ 28 ഇന്ത്യൻ വാണിജ്യ കപ്പലുകളുടെ മോചനത്തിനായി ഇന്ത്യ നയതന്ത്ര നീക്കം ശക്തമാക്കിയിരിക്കുകയാണ്. ലോകത്തിലെ എണ്ണവാതക വിതരണത്തിന്റെ 20% കടന്നുപോകുന്ന ഈ സുപ്രധാന പാത തടസ്സപ്പെട്ടത് ആഗോള ഊർജ്ജ വിപണിയെയും ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇന്ത്യൻ പതാക വഹിക്കുന്ന കപ്പലുകൾക്ക് ഇറാൻ യാത്രാനുമതി നിഷേധിച്ചിരിക്കുകയാണ്. നിലവിൽ 778 ഇന്ത്യൻ നാവികരാണ് വിവിധ കപ്പലുകളിലായി ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്. മേഖലയിലെ ആക്രമണങ്ങളിൽ ഇതിനോടകം 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാനിയൻ അധികൃതരുമായി നിരന്തരം ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിലും അമേരിക്കയും ഇസ്രായേലിന്റെയും നീക്കങ്ങളാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ഇറാന്റെ നിലപാട്. ഇറാനിലുള്ള 9,000-ഓളം ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായി അസർബൈജാൻ, അർമേനിയ വഴി ബദൽ യാത്രാ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട്. സംഘർഷത്തിനിടയിലും സൗദിയിൽ നിന്നുള്ള ക്രൂഡ് ഓയിലുമായി ഒരു ലൈബീരിയൻ ടാങ്കർ മുംബൈയിലെത്തിയത് നേരിയ ആശ്വാസത്തിന് വക നൽകുന്നുണ്ട്. ഇതിൽ 24 കപ്പലുകൾ കടലിടുക്കിന് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ബാക്കിയുള്ളവ കിഴക്ക് ഭാഗത്താണെന്നും അവയുടെ സുരക്ഷയും സർക്കാർ സജീവമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. 677 ഇന്ത്യൻ നാവികരുള്ള 24 ഇന്ത്യൻ പതാകയുള്ള കപ്പലുകൾ നിലവിൽ ഹോർമുസ് കടലിടുക്കിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതേസമയം 101 ഇന്ത്യൻ നാവികരുള്ള 4 കപ്പലുകൾ നിർണായക ജലപാതയുടെ കിഴക്കു ഭാഗത്താണ്. ഷിപ്പിംഗ് മന്ത്രാലയത്തിലെ പ്രത്യേക സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ആഗോള നാവിക തൊഴിലാളികളിൽ ഏകദേശം 12% ഇന്ത്യക്കാരാണ്. ആകെ 3,20,000-ലധികം സജീവ നാവികരുണ്ട്. പശ്ചിമേഷ്യയിലെ ഏറ്റവും പുതിയ സംഘർഷങ്ങളിൽ വ്യാപാര കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇന്ത്യക്കാരുടെ മരണത്തിനും കാരണമായിട്ടുണ്ട്. പേർഷ്യൻ ഗൾഫിലെ എണ്ണ ടാങ്കറുകൾക്ക് നേരെ അടുത്തിടെ ഉണ്ടായ 2 ആക്രമണങ്ങളെ തുടർന്ന് 2 ഇന്ത്യക്കാർ കൊല്ലപ്പെടുകയും മറ്റൊരാളെ കാണാതാവുകയും ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഫെബ്രുവരി 28 മുതൽ മന്ത്രാലയത്തിലും ഷിപ്പിംഗ് ഡയറക്ടറേറ്റ് ജനറലിലും വികസനങ്ങൾ നിരീക്ഷിക്കുന്നതിനും സഹായം ഏകോപിപ്പിക്കുന്നതിനുമായി 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇന്ത്യൻ പതാകയുള്ള കപ്പലുകൾക്കും ഇന്ത്യൻ നാവികർക്കും മെച്ചപ്പെട്ട സുരക്ഷാ നടപടികൾ സ്വീകരിക്കാനും ക്രൂ വിശദാംശങ്ങൾ സമർപ്പിക്കുന്നതുൾപ്പെടെയുള്ള റിപ്പോർട്ടിംഗ് പ്രോട്ടോകോളുകൾ പാലിക്കാനും നിർദ്ദേശം നൽകി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് 2026 ഫെബ്രുവരി 28 ഉപദേശങ്ങൾ നൽകിയെന്നും സിൻഹ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.